ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറെ കാലത്തിന് ശേഷമാണ് നമ്മളൊരു വ്ളോഗ് കഴിഞ്ഞാൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇട്ടെങ്കിലും വ്ളോഗും നമ്മൾ എവിടെയും പോകുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഷോർട്സ് ആണെങ്കിൽ പോലും. സോ ഇന്നൊരു വ്ളോഗാണ്. നമ്മള് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഞാൻ കാശ്മീർ പോകുകയാണ്. സോ അതിന്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ഇന്നലെ ചെയ്തു, കുറച്ച് ഓൺലൈനും, ബാക്കി നമ്മൾ ഇന്ന് എറണാകുളത്ത് പോവാണ്. അതിന്റെ ഒരു വ്ളോഗാണ് ഇത്. നമ്മുടെ ഫുൾ ഫാമിലി ഉണ്ട് ഗൈസ്. ലച്ചുവിനെ നിങ്ങൾ വ്ളോഗിലൊക്കെ വളരെ കുറച്ചേ കണ്ടിട്ടുണ്ടാകത്തുള്ളൂ. സോ ഇതാണ് എന്റെ ചേച്ചി, അവള് ഡോക്ടറാണ്. ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട ഒരു ബുദ്ധി പറയില്ല, എന്നാലും ഭയങ്കര ബുദ്ധിയാ. കണ്ണാടി ഷോയാണ്, ബുദ്ധി ഉള്ളതുകൊണ്ടൊന്നുമല്ല, വർക്കിംഗ് കുഴപ്പമൊന്നുമില്ല. സോ എനിക്ക് പനിയായിരുന്നു, ഫുൾ പനി. എന്നൊക്കെ എന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും, അടഞ്ഞിരിക്കുവാണ്. ബട്ട് സ്റ്റിൽ വി ആർ ഡൂയിങ് ദ വ്ളോഗ്. നല്ല ചുമയാണ്, എന്നാലും എന്നെ ഈ ആത്മാർത്ഥതയ്ക്ക് നിങ്ങൾ നല്ല വ്യൂ തന്ന് ഹെൽപ്പ് ചെയ്യണം. അല്ല സുനിമോ? വെച്ചു നോക്ക്, നമ്മൾ എവിടെയാണ്, എന്ത് പറ്റില്ല പറ. മാരുതിയുടെ പോപ്പുലർ ഉച്ചത്തിൽ പറയോ? ഐ ഡോണ്ട് ഹാവ് എ മൈക്ക്. പറയ്. നമ്മളിപ്പോ ആക്ച്വലി മാരുതിയുടെ പോപ്പുലർ വെഹിക്കിൾസിന്റെ സർവീസ് സെന്ററിലാണുള്ളത്. നമ്മൾ വരുന്ന വഴിക്ക് വണ്ടിക്കുണ്ടോ ഒരു എന്താ സൗണ്ട് കേട്ടോ അല്ലേ, നമ്മൾ കാണിക്കാം. ഓണറിന് എന്തെങ്കിലും നെഞ്ചുവേദനയുണ്ടോ സൗണ്ട് കേട്ടത് കൊണ്ട്? നമ്മുടെ അഡ്വൈസറായിട്ട് കറങ്ങി, പക്ഷെ സൗണ്ട് കേൾക്കുന്നില്ല. നമ്മൾ വന്നപ്പോ ഉണ്ടായിരുന്ന സൗണ്ട്. നല്ല മഴയായിരുന്നു, മഴ കൊണ്ടൊന്നും തോന്നുന്നു. എന്തായാലും ഞങ്ങളൊന്ന് മറ്റേ ലിഫ്റ്റിൽ കയറി ഒന്ന് ചെക്ക് ചെയ്തു. നമ്മുടെ വണ്ടി അവിടെ എവിടെയോ എയറിൽ നിപ്പുണ്ട്, അതിനുള്ളില്. ഹായ് അമ്മ. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന്, ഇവർക്ക് പേടി. അങ്ങനെ അല്ലായിരുന്നല്ലോ, അമ്മയായിരുന്നല്ലോ ഒന്ന് കാണിക്കാന്നൊക്കെ പറഞ്ഞ വണ്ടിക്കകത്തിരുന്നപ്പോ പേടി ഇല്ല. ഞാനോർത്ത് അതിന്റെ വീല് ഊരി ഞാനോർത്തെ അതിന്റെ വീല് ഊരി പോന്ന, ഞാനോർത്ത് അതിന്റെ വീല് ഇങ്ങനെ ഊരി വന്നോണ്ടിരിക്കുവാണ്. വീലൊന്നും ഊരി വന്നിട്ടൊന്നുമില്ല ഗൈസ്, പക്ഷെ എന്തോ ഇങ്ങനെ ടക്ക് 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 എന്ന് അടിക്കുന്നുണ്ട്. നാളെ ഈ വണ്ടി നമ്മൾ പാലക്കാടിന് മൂത്ത പുത്രിക്ക് കൊടുത്തു വിടേണ്ടത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് കൺഫേം ആക്കുന്നു. അച്ഛനെ ലാസ്റ്റ് ഒരു വ്ളോഗിലിട്ടപ്പോ അച്ഛന്റെ ഫാൻസ് അതിനിടയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഹായ് സുനിമോൻ സാർ എന്നൊക്കെ പറഞ്ഞ്. അച്ഛന് ഭയങ്കര ഫാൻസ്, അച്ഛനെ വീഡിയോ ഇട്ടാൽ തന്നെ ഭയങ്കര ഫാൻസ് ആണ് എല്ലാവരും. അപ്പൊ ആ ഫാൻസിനോട് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. അത്രേ ഉള്ളോ? വേറെ പ്രമോഷൻ ഒന്നും ഇല്ലേ? ഫ്ലൈങ്സ് ഒക്കെ കൊടുക്ക ഫാൻസിന്. അച്ഛന് ഭയങ്കര ഫാൻസാ, നീ വിചാരിക്കുന്ന പോലല്ല. ഒരു ബുദ്ധിയില്ലാത്തവർക്ക് എപ്പോഴും ഭയങ്കര ഫാൻസ് ആയിരിക്കും. ബുദ്ധിയില്ലാത്ത നമ്മള് ഏത് റൂട്ടാണ് സുനുവൻ പോകുന്നത്? എറണാകുളത്ത് പോകുന്നപ്പോ ഭയങ്കര ബ്ലോക്ക് അല്ലേ? നല്ല ബ്ലോക്ക് ആയിരിക്കും, നല്ല തിരക്കാണ്. ഇന്ന് പണിയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തുറവൂര് എന്ന് റൈറ്റ് കയറി പോവാം. അരുക്കറ്റ് വഴി പോവാം. പണ്ട് ഫുൾ ഫാമിലി ഡ്രൈവർ ആയിരുന്നിട്ട് ഇപ്പൊ അതിൽ നിന്ന് റിട്ടയർ ആയ അച്ഛൻ എന്താണ് പറയാനുള്ളത്? പണ്ട് ഞാനായിരുന്നു ഈ ഫാമിലി ഫുൾ ടൈം ഡ്രൈവ് ചെയ്തിരുന്നത്. ഇപ്പോ എന്റെ 2 മക്കളെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ചു. എനിക്ക് ലൈസൻസ് ഇല്ല ഗൈസ്. അതില് മൂത്തവളിപ്പോ ഡ്രൈവർ ആയതുകൊണ്ട് നമുക്ക് കുറെ റിലാക്സ് ഉണ്ട്. ഇത് എക്സ്റേ ചേർത്തലുള്ള എക്സ്റേ ബൈപ്പാസ് ജംഗ്ഷൻ അല്ലേ? ഇതിന് സിനിമ എന്തെങ്കിലും പ്രത്യേക ഓർമ്മകളുണ്ടോ? ഈ ബൈപ്പാസ് ജംഗ്ഷൻ ഏറ്റവും ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായ ജംഗ്ഷനാണ്. അതല്ല, അച്ഛന് പേഴ്സണലി ഉള്ള എനിക്ക് സിനിമാടി മോനിഷക്കുണ്ടായത് അതേ ഒരു അനുഭവം എനിക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഭാഗ്യം കൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിത് കേൾക്കണം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നിഫ്റ്റിന്റെ എൻട്രൻസ് എക്സാമിന് എന്റെ കൂടെ ഉത്തരയുണ്ട്. ഉത്തര വീട്ടിൽ അവർ വന്നിട്ടില്ല. അപ്പൊ നമ്മളെ ഏൽപ്പിച്ചിരിക്കും ഉത്തരനെ കൊണ്ട് പരീക്ഷ എഴുതണമെന്ന്. അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന സമയത്ത് അന്ന് ഇവിടെ ഡിവൈഡർ ഉണ്ട്, ഈ പണി നടക്കുന്നില്ല. ഒരാള് ഒരു വലിയ വണ്ടിയില്, മറ്റേ നീളുള്ള വണ്ടിയില്ലേ ഈ ലോഡൊക്കെ കൊണ്ടുവന്നേ, അതിനൊരാൾ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയതാ. പക്ഷെ അതിന്റെ ലെഫ്റ്റില് റൈറ്റ് കൂടെ തന്നെ അതിന്റെ നീളം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പകുതി വഴി എത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ വണ്ടി നല്ല നീളം ഉണ്ടെന്ന്.
അങ്ങനെ പേടിച്ച് ഡിവൈഡറിന്റെ റൈറ്റിലോട്ട് ഒച്ച വെട്ടിക്കലും അപ്പുറത്തുനിന്ന് വണ്ടിയൊന്നും വരാത്തോണ്ട് ഞങ്ങള് രക്ഷപ്പെട്ടു പോയി നിഫ്റ്റ് എഴുതി ഇല്ലെങ്കിൽ കാണായിരുന്നു. അപ്പൊ എല്ലാരും സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക, അതുപോലെ ഒന്നും ഓടിക്കരുത്. അതുകൊണ്ടാണ് റിട്ടയർ ആയി ബാക്കി ഇരിക്കുന്നത്. മനസ്സിലായോ? സുനിമോൻ വണ്ടിക്ക് എന്താ പറ്റിയത് കൂടെ പറ. വണ്ടിക്ക് എന്താണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളിവിടെ വന്ന് ഒച്ചത്തിൽ പറയോ? ഒച്ചത്തില് വണ്ടി നമ്മളിവിടെ പോപ്പുലർ ഓട്ടോമൊബൈൽസിന്റെ വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ കയറിയിട്ട് അവിടെ നമ്മുടെ അഡ്വൈസറെ കാണിച്ചു. പുള്ളി എൻ്റെ കൂടെ യാത്ര തുടങ്ങാൻ വന്നപ്പോൾ തന്നെ മഴ വീണു, ഗംഭീര മഴ വീണപ്പോൾ സൗണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ രണ്ടു തരത്തിൽ നിർത്തിയിട്ട് നോക്കി, എന്നിട്ടും മനസ്സിലാകുന്നില്ല. അവസാനം എൻ്റെ ഒരു നിർദ്ദേശപ്രകാരം പുള്ളി അത് ലിഫ്റ്റിൽ കയറ്റി നോക്കി. അതിൻ്റെ അടിയിലൊന്നും എന്നെ രണ്ടോ നോക്കിയപ്പോൾ കുറേ കരിങ്കൽ ചീല് മാത്രം കിട്ടി. വണ്ടിയുടെ പ്രശ്നമായിട്ട് അവർക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ വണ്ടിക്ക് അറ്റ് പ്രസന്റിൽ യാതൊരു പ്രശ്നമില്ല, സ്മൂത്തായിട്ട് വണ്ടി പോകുന്നുണ്ട്. വണ്ടി ഓടിച്ചോണ്ടിരുന്ന ആൾക്ക് എന്താ പറയാനുള്ളത്? സൗണ്ട് ഇല്ല. നേരത്തെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. എന്തിന്റെ സൗണ്ട് ആയിട്ടാ തോന്നിയേ? എന്തോ അടിക്കുന്ന പോലെ. ഇപ്പില്ല, ഇപ്പൊ ഓൾ ഗുഡ്. നമ്മുടെ മാരുതി സുസുക്കിന്റെ ഗ്രാൻഡ് വിത്താരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ? സുനിമോൻ ഒരു മാരുതിയുടെ ഫാൻ ആയതുകൊണ്ട് അതിന്റെ വണ്ടി മാത്രം എടുക്കും. മാരുതി പ്ലീസ്. അതെ അതെ, ഈ സീ ദിസ് മാൻ നോക്ക്, ആത്മാർത്ഥതയാണ്, ഭയങ്കര ആത്മാർത്ഥത. ഇന്ന് വരെ മാരുതിയുടെ അതെ, ആദ്യം 800 ആയിരുന്നു അല്ലേ, പിന്നെ എസ്റ്റിലോ, പിന്നെ ഗ്രാൻഡ് വിത്താര, പിക്നെസും. നമ്മളത് മാത്രം എടുക്കും. സുനിമോൻ അത്ര ലോയലാണ് മാരുതിയുടെ അല്ലേ? കൊച്ചിനെ പിടിച്ചിരിക്കാനുണ്ടാവുള്ളില്ല, അത് കണ്ട എന്റെ പൊന്നു, എന്നാ റിസ്ക് ആണോ കാണിക്കണം. അമ്മ റോട്ടില് വൃത്തിക്ക് വണ്ടി ഓടിക്കാത്തവരോട് എന്താ പറയാനുള്ള? റോട്ടിൽ വൃത്തിക്ക് വണ്ടി ഓടിച്ചില്ലെങ്കിൽ 4000 ഒക്കെ ഇടക്കിടക്ക് കയ്യിൽ നിന്ന് പോകും. പോയിട്ടുണ്ടോ? എനിക്ക് പോയിട്ടില്ല. ഹസ്ബൻഡിന്റെ കുഴപ്പം കൊണ്ടല്ല. എന്താ എങ്ങനെ പോയി? അമ്മ ഹസ്ബൻഡിന്റെ പൈസ പോയ കഥ പറ. എന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്നാണ് പൈസ പോയത് ആക്ച്വലി. പക്ഷെ അതാ പുള്ളിയുടെ കുഴപ്പം കൊണ്ടല്ല, പുള്ളി നല്ല ഡ്രൈവറാ. ഇതുപോലത്തെ 1-2 കഥകളിൽ ഈ കാറിനുണ്ട്, കേൾക്കാറുണ്ട്. പുള്ളി നല്ല ഡ്രൈവറാ. പുള്ളിയുടെ മൂത്ത മോള്. ഇതിലും കൂടെ ഡാഷ് ക്യാം വെക്കോട്ടോ, മറ്റേ വണ്ടിയിൽ നമ്മള് വെച്ചല്ലോ. ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ, താങ്കളുടെ വണ്ടി ഞങ്ങളെ ഇടിച്ചിട്ട് നിർത്താതെ പോയി, എന്താണ് മര്യാദകേട് കാണിച്ചത്? താങ്കളുടെ ഈ വണ്ടിയുടെ നമ്പർ പറഞ്ഞുകൊണ്ട് ഈ വണ്ടി തങ്ങളെയല്ല ചോദിച്ചു. ഞാൻ പറഞ്ഞത് എൻ്റെ വണ്ടിയാണ്. ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മകളാ കൊണ്ടുപോയത്. അപ്പോൾ അവർ പറഞ്ഞു, ചോദിക്കുക ലൈസൻസ് ഇല്ലാത്ത പിള്ളേരുടെ കയ്യിലാണ് വണ്ടിയും കൊടുത്തു. ഈ മുദ്ദ് കളവയ്ക്ക് ലൈസൻസ് ഇല്ല, നമുക്ക് 30 തികയാറായി. അപ്പോൾ ഞങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, കുഴപ്പമില്ല, എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ ഞങ്ങളെ വണ്ടി ഇടിച്ചു, ഞങ്ങൾ വണ്ടി ഇടിച്ച ആളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരാം, അവരെന്തായാലും പാലക്കാടിന് പോയതാണ്, ഞാൻ എത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ ചെന്ന്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചേർത്തലയിലാണ് പോയത്. അവിടെ ആ ഡോക്ടർമാരെ നോക്കിയിട്ട് പ്രത്യേകിച്ച് അവർക്ക് അസുഖവും ചതവോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും നോക്കാതെ പറഞ്ഞു വിട്ടു. പക്ഷെ അവർ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ തൊട്ടടുത്ത ദിവസം എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അപ്പം ഞാൻ ഇയാളെ നേരിട്ട് വിളിച്ചു. ഈ അപകടം വ്യക്തിയെ നേരിട്ട് അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, അയാൾ നല്ല ഇതായിട്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ഇതിനൊരു കേസിന് പോവുകയാണെങ്കിൽ ഞങ്ങൾ കുറ്റം അങ്ങ് സമ്മതിക്കുമ്പോൾ ഒരു 1500 രൂപ അല്ലെങ്കിൽ 1700, 2000 താഴെയുള്ളൊരു പിഴ ഞങ്ങൾക്കുണ്ടാവും. അതൊക്കെ പിന്നെ ഇൻഷുറൻസ് കമ്പനി കേസ് നടത്തിക്കോളും, ഞങ്ങൾക്ക് ലൈസൻസും ഉണ്ട്, ഇൻഷുറൻസും ഉണ്ട്. അപ്പോൾ ഇയാൾ അങ്ങനെ പറഞ്ഞിട്ട് അയാൾക്ക് അന്നേരം പറഞ്ഞു അയാൾക്ക് 5000 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതെന്താണ് 5000? അപ്പോൾ പറയുന്നത് 5000 രൂപ കുറഞ്ഞൊരു കച്ചവടം ഇല്ല. ഞാൻ സമ്മതിച്ചില്ല. പിറ്റേ ദിവസം വീണ്ടും പോലീസ് സ്റ്റേഷനിൽ തന്നെ വിളിച്ചു. ഇങ്ങനെ നിങ്ങളെന്താ ഒന്ന് വന്ന് വണ്ടിയും കൊണ്ടുവരണോ? അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ ചെന്ന് SI കണ്ടു. അപ്പോൾ SIയോട് ഞാൻ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ വണ്ടി കൊണ്ടുപോയപ്പോൾ ഇയാള് മദ്യപിച്ച് വണ്ടിക്ക് ക്രോസ് ചെയ്ത് വണ്ടി വന്ന് വീണതാണ്. വണ്ടി മുട്ടിയിട്ടില്ല സാറേ, പക്ഷെ ഇയാൾ മുട്ടിയെന്നാണ് പറയുന്നത്. എന്റെ മോക്ക് നമ്മള് നിർത്തി അയാളോട് ചോദിച്ചു. ഞാനാണ് നിർത്തി ഇറങ്ങിയത് ഗൈസ്. നമ്മൾ പാലക്കാട് അയാൾക്ക് സംസാരിക്കാൻ കൂടെ പറ്റുന്നില്ല. അയാള് എണീറ്റു, എന്നിട്ട് അയാൾ ഇങ്ങനെ ആടി എന്റെ മേത്തേക്ക് വീഴാൻ പോയ പോലെ വന്നപ്പം ഇവളത് കണ്ട് പേടിച്ചിട്ടാണ് പറഞ്ഞാൽ ലയാ പോര് നമുക്ക് പോവാന്ന് പറഞ്ഞത്. കുറച്ചേരം കൂടെ വന്നിരുന്നെങ്കിൽ അയാൾ എന്റെ മേത്തിരുന്നേനെ. അത്ര വെള്ളം, നല്ല നാറ്റമായിരുന്നു, നല്ല നാറ്റം. വെറുതെ ആൾക്കാരെ പൈസ വാങ്ങിച്ചു നാടല്ലേ ഇങ്ങനെ ജീവിക്കാൻ.
പൈസ കൊടുക്കാൻ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ. അതിനുശേഷം ഞാൻ SIയോട് പറഞ്ഞു, സാറേ ഇങ്ങനെ എൻ്റെ മോള് പാലക്കാടാണ്, വണ്ടിയും കൊണ്ട് വരണമെങ്കിൽ എന്തായാലും 32,000 രൂപ ചിലവ് വരും, അത് കൂടാതെ അവർക്ക് കോൺവെക്കേഷനാണ്, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ എനിക്ക് അങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് പറയാം. അപ്പം 2,000 രൂപയോളം പണിഷ്മെൻറ്റിങ് വരും, 2,000 രൂപ നമുക്ക് മെനക്കേടുവാണ്, എല്ലാം വരികയും ചെയ്യണം. ആ പൈസ വേണം അയാൾക്ക് കൊടുത്തേക്കാമെന്ന് ഞാൻ അങ്ങനെ ഓഫർ ചെയ്യേണ്ടി വന്നു. അവസാനം SI അവനെ വരട്ടിയപ്പോൾ അവൻ 5,000 ഒന്നും വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പോയതാണ്. പക്ഷെ ഞാൻ പിന്നെ പൈസ കൊടുത്താണ്. അയാൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അയാൾ ഇതുകൊണ്ട് തീർക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പൈസ കൊടുക്കും. പക്ഷെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഇനിയും വേറെ ആരുടെയെങ്കിലും ഇത് കൊടുക്കാൻ ഒരു ആവതില്ലാത്ത ആരുടെയെങ്കിലും വീട്ടിൽ പോയി ചാടും. ഇനി അത് റിപ്പീറ്റ് ചെയ്യത്തില്ലെന്ന് അയാൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവിടുത്തെ GD ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ആക്സിഡന്റ് ചെയ്തോടെ വരത്തില്ലെന്ന് വരും പറയേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട്. വെള്ളം അടിച്ച വയറ്റി കിടക്കട്ടെ, വേറെ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. ഗൈസ്, നമ്മൾ ഫോറം മാളിലുള്ള ലൂപ്പിലാണ് ഗൈസ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും എന്തൊരു കറക്കല്ല ഇത്. പണ്ടാരോ കറങ്ങി 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 ഒരു സ്ഥലത്ത് തന്നെ വരും എന്നൊന്ന പോലെ തോന്നുന്നത്. പക്ഷെ നമ്മള് മേളിൽ പോകുന്ന we have some clothes H&M കൊടുക്കാനായിട്ട് ഡിസ്കൗണ്ട് ആക്കാൻ. H&M നമ്മൾ തുണി കൊടുത്ത് അത് വെർച്വലാക്കി മാറ്റിയിട്ടുണ്ട്. അവിടെ ലേഡീസ് വാങ്ങിച്ചു. കയ്യിൽ കിട്ടി. സെയിലുള്ള പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റില്ല, ബാക്കി എല്ലാത്തിനും ഓഫ്. എന്ത് മീൻസ് ഇപ്പോൾ 50% ഓഫ് എന്നൊക്കെ പറഞ്ഞാൽ സെയിൽ ചെയ്ത് അതെടുക്കാൻ പറ്റത്തില്ല. അതിന് ഓഫർ കിട്ടില്ല, അതിനാ 50% ഓഫർ തന്നെ കിട്ടും. അതായത് 2 ഓഫർ ഒന്നിച്ച് പറ്റില്ല. എല്ലാവർക്കും വിശന്നിട്ട് പാടില്ല. എനിക്കാണെങ്കിൽ പബ്ലിക്കിൽ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ഓക്വേർഡ്. സോ ട്രയൽ റൂമിലൊരു ബഞ്ച് ഓഫ് ഡ്രസ് ആയിട്ട് കയറിയിട്ടുണ്ട്. എന്തൊക്കെ ഫിറ്റ് ആവുമെന്ന് അറിയത്തില്ല, ബട്ട് ഐ ഹോപ്പ് ഇറ്റ് ഫിറ്റ്സ് ബിക്കോസ് എവിടെ വെക്കും. ജീൻസ് എല്ലാം ഇട്ട് നോക്കി ചേരുന്നില്ല, ബട്ട് ഐ ഫൗണ്ട് ദിസ് ഡ്രസ്. എൻ്റെ അല്ല, അച്ഛൻ്റെ സെലക്ഷനാണ്, ബട്ട് ഇറ്റ് ലുക്സ് ഗുഡ് റൈറ്റ്. ട്രയൽ റൂമിൽ നമ്മൾ എന്തിട്ട് നോക്കിയാലും ഒടുക്കത്തെ ഭംഗിയായിരിക്കും. H&M സെയിൽ നടക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എടുത്ത സാധനങ്ങളെല്ലാം. കഴിഞ്ഞ് ഞാൻ കൊഴിഞ്ഞ് ഒരു സെറ്റ് ട്രയൽ കഴിഞ്ഞപ്പോൾ. എന്താ പറയാനുള്ള മടുത്തു. അതെന്താ അടുത്ത പനിയുള്ളതാണോ അടുത്ത? H&M ഷോപ്പിംഗ് നമുക്ക് 45% ഓഫറും പിന്നെ കുറേ അല്ലാതെ H&M ഓൾറെഡി ഉണ്ടായിരുന്ന കുറേ ഓഫറും കിട്ടി. രണ്ട് ബബിൾ ടീ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഫുഡും കാത്തിരിക്കുവായിരുന്നു. നല്ല സിനിമ. KFC ആണ് ഗൈസ് ഇന്നത്തെ ലഞ്ച്. വിശക്കുന്നുണ്ടോ? പറ വെച്ചു. ബബിൾ ടീ അല്ലേ? ഒച്ചയ്ക്ക് പറയണ എന്താണെങ്കില് ഇതെന്താ? കൊള്ളാം. ഞാൻ നോക്കി വെച്ച് സ്ട്രിപ്സ് ആരും എടുത്തോണ്ട് പോയല്ലേ. ഈ പലതാണല്ലേ സ്ട്രിപ്സ് ആരും എടുത്തിരുന്നോ? അത് കൊള്ളാം. ഇത് കൊള്ളാട്ടോ, നിങ്ങൾ ട്രൈ ചെയ്യണേ. നല്ല തിരക്കുണ്ട് കൈ സോറമാണം. ഓക്കെ, നല്ല ട്രിപ്പിൾ ചോക്ലേറ്റും കിറ്റ്കാറ്റും. റോസ്റ്റഡ് കഴിച്ചിട്ട് വേറെ അറിയാത്തതുകൊണ്ട് ഇവിടെ ചിക്കൻ ബിരിയാണി തിന്നെയാണ് ഗൈസ്. ഹൈദരാബാദി ദം ബിരിയാണി.
ചിക്കൻ വേണ്ടേ? സുനിമോൻ എന്താണ് പറയാനുള്ള? സുനിമോൻ ഇന്നാണ് അനങ്ങാൻ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നത്. എല്ലാവരും കൂടെ തോന്നിക്കൊണ്ടുള്ളതാണ്. പറയുമ്പോ കേക്കട്ടെ കേക്കട്ടെ. സുനിമോനെ അടങ്ങി ഒതുങ്ങി ഇരിക്കണേ ഇന്നാണ്. അല്ലെങ്കിൽ തിരുതി വിളിച്ചവിടെ. പെച്ചൊന്ന് ഇടക്കിടക്ക് ചിരിക്കുന്നേ. സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? തിന്ന് ജീവിക്കുക, പിന്നെ ഉറങ്ങാ. രണ്ട് കുഞ്ഞുമക്കൾ വാഫിൾസ് കഴിക്കണോ? ബാക്കിൽ ചേച്ചിനെ മറക്കേണ്ടി വരും. ട്രിപ്പിൾ ചോക്ലേറ്റ് ഉണ്ട്. ട്രിപ്പിൾ ചോക്ലേറ്റ് അത് കിറ്റ്കാറ്റ്. അത് അയച്ചോട്ടെ. ഞെക്കിയെല്ലാം നടന്നതുകൊണ്ടാണ്. കോഫിട്ടെ. പിന്നിനെ എടുക്കാൻ നടക്കാൻ സമയമുണ്ടോ? ഒരാള് ലേഡീസ് ഷോപ്പിംഗ് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാണോ ഗൈസ്? ആണെങ്കിൽ കമൻറ്റ്. ഒരുപാട് നിൽക്കുന്ന പോലെ ഉണ്ട്. എന്താണ് പറയാനുള്ളത്? പറയാനുള്ളത് ലേഡീസിന്റെ കൂടെ ഡ്രസ് എടുക്കാൻ വരുമ്പോ പുറത്ത് കാവൽ നിൽക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പാടാ. ഇന്നലെ ഇതല്ലായിരുന്നു അവസ്ഥ. ഇന്നലെ ഇത് തന്നെ, ഇന്ന് ഇത് തന്നെ. ഇന്നലെ നമ്മള് ആലപ്പുഴ ഷോപ്പിംഗ് ആയിരുന്നു. ഇന്ന് നമ്മള് ഫോറം മാളിലെ ഷോപ്പിംഗ്. അച്ഛന് ഷോപ്പ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എല്ലാവരും കൂടെ പോകും. ഒരു ഷർട്ട് എടുത്താൽ അതിലെല്ലാവരും അഭിപ്രായം പറയും. ഇങ്ങനെ ട്രയൽ റൂമിൽ കയറി ഓരോ പാൻറ്റും ഇങ്ങനെ നമ്മളെ കാണിച്ചിട്ടെടുക്കുന്ന മനുഷ്യരാണ് ഈ നിൽക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം. ഫുഡ് കഴിച്ചില്ലേ? നല്ല ഫുഡല്ലേ? ഹാപ്പി വരറിഞ്ഞ് അവരെന്തിനു കയറിയിരിക്കും അവരുടെ? അത് പറഞ്ഞു കൊടുക്ക്. കൂട്ടുകാരുടെ കല്യാണത്തിന് ഡ്രസ് കാണുന്നില്ലല്ലോ ഇവരത്. പറയാനുള്ള അച്ചു ട്രയലിന് പോയേക്ക. അമ്മ എന്ത് പറയാനുള്ള? അവളെടുക്കുമോ എന്തെങ്കിലും? സാധ്യതയുണ്ട്. അച്ചു ആയതുകൊണ്ട് എന്താ? ഒച്ചത്തിൽ പറ, കേൾക്കത്തില്ല. എന്ത് പ്രശ്നം? ലച്ചു എടുക്കുവാന്നുള്ള എനിക്ക് സംശയമാണ്. ഇച്ചിരി പിശുക്കി ആയതുകൊണ്ടേ. നല്ലതെടുത്തോ എന്ന് പെർമിഷൻ കൊടുത്താൽ ലച്ചു എടുക്കാൻ ഭയങ്കര പാടാണ്. ഇതാണ് ഗൈസ് ലച്ചുവിൻ്റെ ആദ്യത്തെ ചോയ്സ്. ഇതല്ലായിരുന്നല്ലോ നീ അവിടെ വെച്ച് കാണിച്ച ആദ്യത്തെ. എവിടെ? നോക്ക് നോക്ക്. അല്ല ഇതാ നല്ല. എനിക്ക് ഇതായിട്ട് ഇഷ്ടം. ലച്ചു അവിടെ ഒരു വൈറ്റിൽ പർപ്പിൾ പൂവുള്ളുണ്ട്, അതുകൂടെ ഒന്ന് ട്രൈ ചെയ്യുമോ? ഇതവിടെ ഒരു വൈറ്റിൽ പർപ്പിൾ പൂ കിടക്കുന്നുണ്ടോ? നീ എടുക്കുമോ? എന്താ പ്ലാൻ? എന്താ? നേരം പുറത്തായിരുന്നേ, ഇപ്പോഴെങ്ങും കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായപ്പോൾ അകത്തേക്ക് വന്നു. എന്താ ഇത്ര നേരം പുറത്ത് വന്ന? അതെന്താ? ഇത്ര സമയം പാടില്ല. അച്ഛൻ എത്ര നേരം എടുക്കുമെന്ന് അറിയാവോ? ചുമ്മാ പച്ചക്കള്ളം പച്ചക്കള്ളം ഉൾപ്പെടുക്കുന്ന ഇത് കൊള്ളാം. ഇത് മതിയടി. ഇതാ ബെറ്റർ വെച്ചു. ദിസ് ഈസ് ഗുഡ്. പ്ലീസ് ടേക്ക് ദിസ്. സുനിമോൻ ഇവിടെ എടുക്കോ?
ഇതും പുതിയതാണ്. ഇതിനുണ്ടോ? ഫസ്റ്റ് ട്രെയിന് മാത്രമേ എടുത്തിട്ട് വാ. നല്ല ഇഷ്ടപ്പെടുന്ന എടുക്കണം, അത്രേ ഉള്ളൂ. ഒരു ജീപ്പിടെ കാശിക്ക് എനിക്ക് വെച്ചാൽ ഒരു ജീപ്പിടെ കാശ് എനിക്ക് തന്നാൽ മതി. പണിക്ക് പോണ കാശ് കൊടുത്താൽ മതിയെന്ന്. പണിക്ക് പോകത്തില്ലെന്ന് ലച്ചു. അഡ്വാൻസ് ചെയ്യാം. ഗ്ലൗസ്, ഒരു ബൂട്ട്സ്, ഇതെല്ലാം നമ്മൾ വുഡ്ലാൻഡിൽ നിന്ന് വാങ്ങിച്ചു കേസ്. പോകുന്നിടത്തെല്ലാം അത്യാവശ്യം നമ്മൾ ഓഫറിനടുത്തൊക്കെ കയറിയിട്ടുള്ളൂ. അവിടെ ഇവിടെ ഓഫർ സ്പോട്ട് ചെയ്യാൻ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലെ ഒരു അതിഗംഭീരമായിട്ടുള്ളൊരു ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കും അല്ലേ സുനിമോ? എല്ലാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിയിട്ടുണ്ട്, വീട്ടിലേക്കും എനിക്കും. എന്താ സുനിമോന് പറയാനുള്ള? സുനിമോൻ ഹാഫ് ആയപ്പോൾ ക്വിറ്റ് ചെയ്തു. അച്ഛനൊരു ഗേൾ ഡാഡാണ്. അച്ഛന് പറഞ്ഞിട്ടുള്ളത് അച്ഛൻ്റെ വിധി ഇതാണ്. അവിടെ അവളന്മാര് ഹൈപ്പർ മാർക്കറ്റിൽ പോയി അവിടെ ക്യാമറ വീഡിയോ എടുക്കണം എഴുതിച്ചിട്ടുണ്ടാകും, നമ്മൾ എടുത്തില്ല. അവളന്മാരവിടെ മുടി വെട്ടാനായിട്ട് തോണിയാൻ കയ്യിൽ എന്തോ പോയിട്ടുണ്ട്. നമ്മളിവിടെ വെയിറ്റില്ല. ലച്ചു മുടി വെട്ടി ഗൈസ്. തോണിയാൻ കൈ പോയി. അമ്മച്ചി ലച്ചു നിന്ന് മോഡേൺ ലച്ചു ആയി. ഇനി 30 വയസ്സായി ആരും പറയരുത്. ലച്ചു നോക്കാവോ? 30 വയസ്സ് തോന്നിക്കുന്നുണ്ടോ? സുനിമോൻ എന്താ പറയാനുള്ളേ? മടുത്ത് ചത്ത്. ഹെയർ കട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആ സൈഡ് അതല്ല ചെയ്തേ. ഒച്ചതി പറയോ? മൾട്ടി ലെയർ വിത്ത് ഫേസ് ക്രീം. അവരവിടെ മറ്റേ കാർട്ടുള്ളതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക, നമ്മൾ ലിഫ്റ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ എന്തുവാണ് എല്ലാം കഴിഞ്ഞല്ല, ഫോറം മാൾ കഴിഞ്ഞ് നമുക്ക് ഡെക്കാത്തലോൺ കൂടെ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ കറങ്ങുന്ന വഴി കൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വ്യൂ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഈ വഴി അല്ലെന്ന് തോന്നുന്നു, നമ്മൾ കയറുന്ന വഴിക്കകത്ത് കുറേ പെയിൻറ്റിങ് ഉണ്ട്, അതെല്ലാം ഒരുപോലെ ഇരിക്കും. ഇവിടെ പിന്നെ ഒരു ലൂപ്പിൽ സെറ്റപ്പ് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഉണ്ട്, കാരണം ഈ സെയിം ആരോ തന്നെ കിടക്കുന്നു. പല പല പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ വയ്ക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്ര ലൂപ്പ് നമുക്കൊരു ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ ഉണ്ടാകത്തില്ല എന്ന്. തളർന്ന് കേസ് ഫുൾ ഡേ പോയതേ അറിഞ്ഞില്ല. നമുക്ക് ഡെക്കാത്തലോൺ തെർമൽസ് ഉണ്ട്. പിന്നെ എൻ്റെ സ്വന്തം ചേച്ചി എനിക്ക് ഞാൻ പോകുന്നതിൻ്റെ ഒരു ഗിഫ്റ്റ് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സത്യമാണോ എന്ന് അറിഞ്ഞുകൂടാ. ലെറ്റ്സ് സീ. ആൻഡ് നമുക്ക് നമ്മുടെ പേരൻസിനെ പിക്ക് ചെയ്യാനുണ്ട്. അവർ വെച്ച കാർട്ടുള്ളത് കാരണം അവിടെ ഹൈപ്പറിൻ്റെ ആ ഒരു ഫ്ലോറിലെ വാതിക്കൽ നിൽക്കുകയാണ്. നമ്മുടെ കാറ് കറങ്ങി കറങ്ങി അവിടെ എത്തണം. കാണാമോ ഗൈസ് എന്നെ? എന്നെ മുടി വെട്ടിയിട്ട് ഒന്നും നോക്കുക കൂടില്ല. ചെറിയ ചേഞ്ച് ആണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ മുടി വരെയുള്ള മുടി വെട്ടി. അവിടെ നല്ല അവിടെ നിന്നാണോ? അവിടെയാണ് ഡെക്കോത്തല്ല, പക്ഷെ ഇവിടെ തിരിയാൻ പറ്റത്തില്ല കാരണം അവിടെ വെട്ടമടിക്കാതെ കണ്ടില്ലേ എന്താണ്? സുനിമോൻ മൂത്ത മോളൊരു കംപ്ലൈന്റ് പറഞ്ഞു. പക്ഷെ നമുക്ക് പോവാൻ പറ്റും. അവർ നെക്സ്റ്റ് സ്റ്റോപ്പ് ഈസ് ഡെക്കാത്തലോൺ. ജിമ്മിൽ പോകുന്ന അമ്മയുടെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഡെക്കാത്തലോൺ ഇഷ്ടംപോലെ ഓഫേഴ്സ് എടുപ്പുണ്ട്. മൊത്തം സെയിലും കാര്യങ്ങളും പരിപാടിയൊക്കെയാണ്. സോ നമ്മളതിൻ്റെ ഭാഗമാകുകയാണ് ഗൈസ്. ബിഗ് സിസ്റ്ററിൻ്റെ എൻ്റെ ഗോയിങ് അവേ പ്രസൻ്റാണ് ഗൈസ്. ബിഗ് സിസ്റ്റർ സ്പോൺസറിങ് ഡെക്കാത്തലോൺ.
ഇത് നോക്കണേ, നമ്മൾ ഡെക്കാത്തലോണിൽ നിന്നും ഒരു കിൻഡൽ സാധനങ്ങൾ വാങ്ങിച്ചിറങ്ങി. പക്ഷെ ഒരു മസാജർ ഉണ്ട്, അത് വാങ്ങിക്കാൻ പറ്റാത്ത. പോയി നോക്കിയിട്ട് വെക്കാണ്ടൂടാ. മസാജറാ ചോദിച്ചു ഇത് മാത്രമുള്ള ഒന്നും എടുത്തരുമെന്ന് ചോദിച്ചു. ഒരു മസാജർ മാത്രം മേടിക്കാൻ വേണ്ടിയിട്ട് അമ്മ പോയി. സുനിമോൻ ചോദിക്കട്ടെ, ബാക്കിലുണ്ടോ? ആ ഉണ്ട്. സുനിമോൻ ഇങ്ങനെ നോക്ക്, ഒരു സ്പോർട്സ്, ഒരു ബിഗ് ആസ് വോളിബോൾ പ്ലെയർ ആണ് ഈ നിൽക്കുന്നത് അല്ലേ? ആദ്യമായിട്ട് 18 വർഷമായിട്ട് വോളിബോൾ കളിച്ച പ്ലെയറാണ്. ആയിട്ട് കളിക്കുന്നതാണോ 18 വർഷം കളിച്ചാണോ? യൂണിവേഴ്സിറ്റി സെലക്ഷൻ കിട്ടിയിട്ടില്ല. ഒച്ചത്തി പറ. യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഞാൻ കളിച്ചിട്ടുണ്ട്, പക്ഷേ യൂണിവേഴ്സിറ്റി സെലക്ഷൻ കിട്ടിയില്ല. SM കോളേജിന് വേണ്ടി ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഫൈനൽ വരെ എത്തിയ ഒരു വോളിബോൾ പ്ലെയറാണ്. പിന്നെ എന്തോ വെച്ച് കളി നിർത്തിയത്? അത് കഴിഞ്ഞിട്ട് എൻ്റെ മുട്ടിന് കംപ്ലൈൻ്റ് ആയി, ഇങ്ങനെ കാല് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ കളി നിർത്തിയത്. പിന്നെ ഇപ്പോൾ ഞാൻ ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ട്. എന്നിരുന്നാലും പഴയ രീതിയിൽ മുട്ടിൻ്റെ പ്രശ്നം കാരണം. ഇപ്പം മകള് ആ ലെഗസി ആയിട്ട് വോളിബോൾ കളിക്കുന്നുണ്ട്, പക്ഷെ അവൾക്ക് അത്ര കഴിവൊന്നുമില്ലെന്ന് തോന്നുന്നു അല്ലേ ലച്ചു? അത് നിനക്കും ഭയങ്കര കഴിവാണോ? അവള് കോളേജ് ടീമിന്റെ ഒക്കെ കളിക്കുന്ന പുള്ളിക്കാരത്തിയാണ്. ആദ്യമായിട്ടല്ല ഡെക്കാത്തലോണിൽ ഒരു സ്പോർട്സ് പേഴ്സൺ എന്ന നിലയ്ക്ക് ഡെക്കാത്തലോൺ കണ്ടിട്ട് എന്താ പറയാനുള്ളത്? ഏതൊരു സ്പോർട്സ്മാനും ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന ഒരു സ്ഥാപനമാണ് ഡെക്കാത്തലോൺ. സുനിമോൻ സാറ്റിസ്ഫൈഡ്? എനിക്ക് പക്ഷേ ബില്ലിങ് എനിക്ക് ആ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ സ്റ്റാഫും പോരാ, ആ ഒരു സെറ്റപ്പും ഹോൾ പോരാ, ബാക്കി എവറിത്തിങ് വാസ് നൈസ്. വോളിബോൾ കളിക്കാൻ അറിയോ? അതെ, ബാസ്കറ്റ് ബോൾ കളിക്കാൻ അറിയോ? ബാസ്കറ്റിൽ ഇടാൻ അറിയാം, ബാസ്കറ്റ് ബോൾ കളിക്കാൻ അറിയത്തില്ല. ഇവിടെ ആക്ച്വലി കാണാനൊരു ഹോട്ടായിട്ടുള്ള സ്പോട്ടല്ലേ ഈ ബാസ്കറ്റ് ബോളും വോളിബോളും ഒക്കെ. ഐ ലൈക്ക് ഇറ്റ്. എൻ്റെ ഈ ഷൂ ചറുവറ അഴിഞ്ഞോണ്ടിരിക്കുക. ഓ ഗൈസ്, ലച്ചുവിൻ്റെ പട്ടിഷോ സ്പെക്സ്. ഒന്ന് പോയേ സുനിമോ. ഒരു കാര്യം കൂടെ, ഇന്ന് അക്കൗണ്ട് കാലിയായ പോലെ എന്തെങ്കിലും അക്കൗണ്ട് കാലിയായിട്ടുണ്ടോ? ഇന്ന് അക്കൗണ്ട് കാലി പോലെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫുൾ അച്ഛൻ്റെ കൂടെ മൊത്തം ഗേൾസ് അല്ലേ? അമ്മ, ഞങ്ങൾ രണ്ടുപേരും. ഇങ്ങനത്തെ ഒരു ഗേൾ ഡാഡ് ആയതിനെ പറ്റി അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഹാപ്പിയാണ്? ചെക്കന്മാര് വേണമെന്ന് തോന്നിയിട്ടില്ല? ഒരിക്കലും തോന്നിയിട്ടില്ല. എപ്പോഴും പെമ്പിള്ളേര് തന്നെ മതി, ആണായാലും പെണ്ണായാലും മക്കള് മതി. ഒരു പ്രശ്നമില്ല. നമ്മളെപ്പോ ഉള്ള പിള്ളേർ അടിപൊളിയല്ലേ? ഒരു പ്രശ്നമില്ല. ഈ പുറത്ത് ബാക്കിയുള്ള ഗേൾ ഡാഡ്സിന് പറഞ്ഞു കൊടുക്കാനുള്ള ഉപദേശം എന്താ ഇങ്ങനെ പൈസ പോകുന്നതിനെ പറ്റി? അതോർത്ത് പറയാണ്ട കാര്യമില്ല. പൈസ വരും പോവും, പണം ചക്രം വരും പോവും. പക്ഷെ നമുക്ക് കിട്ടുന്ന എൻജോയ്മെന്റ്, സ്നേഹമാണ് വലുത്. കേട്ടോ ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ച് ഇനി ദാരിദ്ര്യ കഥ പറയുമ്പോൾ ഞാൻ കേൾപ്പിച്ചു കൊടുക്കും. ഇല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ലച്ചുവിന് 30 വയസ്സായെന്ന് ആരെങ്കിലും കണ്ടാ പറയോ? നോക്ക്, ബുദ്ധിക്കുറവുണ്ടല്ലേ നല്ലപോലെ. ഓരോരോ മനുഷ്യന്മാരുടെ ഓരോരോ ഷോ. വീട്ടിൽ കഞ്ഞിയേ ഉള്ളു, ബാക്കിയെല്ലാം തീർന്ന്. എക്സ്പെൻസ് അല്ല അത്. ഖതം. ഇന്നത്തെ ബില്ലെല്ലാം കൂടെ കേട്ട അച്ഛൻ അടുത്ത അച്ഛക്ക് വരും. ഗൈസ് നേരത്തെ പറഞ്ഞ പോലെ സുനിമോൻ വാക്ക് പാലിച്ചിരിക്കും. കഞ്ഞിയും പയറും ഉള്ളതെന്ന് പറഞ്ഞാൽ കഞ്ഞിയും പയറും മാത്രം. അച്ഛൻ ഷർട്ട് ഇടാത്തതുകൊണ്ട് വ്ളോഗിൽ അപ്പിയർ ചെയ്യുന്നല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അച്ഛൻ വ്ളോഗ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പറ. ഞാൻ ലൈക്കിനോട് വരട്ടെ. പറഞ്ഞോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്. അയ്യേ, നിനക്ക് എന്താണ് കഞ്ഞി ഓടിച്ചതിനുള്ള എനർജി ഉണ്ടാവില്ല അച്ഛൻ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആൾക്കാർ. അങ്ങനെ പറഞ്ഞാൽ എനർജി പറയണം. ലൈക്ക്, കമന്റ്, ഷെയർ, എനർജി പറയണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് ആരിടും. ബൈ ബൈ ഗൈസ്.